എനിക്കിവിടെ വന്നിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും എന്നെപ്പോലെ തന്നെ കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഞാൻ പറയേണ്ട കാര്യമില്ല എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു. പക്ഷേ ബ്രദർ ഇന്നലെ പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. സുന്നെ സെ വിശ്വാസ് ഉത്പന്ന ഹോത്താ ഹേ. ആ വചനം കേട്ടപ്പം ബ്രദർ വചനം റെക്കോർഡ് ചെയ്തു. അതിന് കാസറ്റ്സൊക്കെ ഉണ്ടാക്കി ഒരുപാട് പേർക്ക് കൊടുത്തു. ആ കാസറ്റ്സ് കേട്ട ഒരാളുടെ വീട് ഒരു ധ്യാന കേന്ദ്രം പോലെ ആയി മാറിയെന്ന് അയാൾ വന്ന് പറഞ്ഞു. എന്നെല്ലാം കേട്ടപ്പോൾ അതെനിക്ക് ഭയങ്കര ടച്ചിങ് ആയി തോന്നി. കാരണം ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ റേഡിയോ ജോക്കിയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവിടെ ഇരുന്ന നാട്ടുകാരോടെല്ലാം പറഞ്ഞു. പല പല ഫീഡ്ബാക്സ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തത് കൊണ്ട് ആരുടെയും വിശ്വാസം വർദ്ധിച്ചെന്ന് എനിക്ക് അങ്ങനെ ഒരു ഫീഡ്ബാക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇവിടേക്ക് വന്നതുകൊണ്ട്, ഞാൻ വചനം പറയുന്നത് കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാക്ഷ്യം ഇവിടെ വന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ആൾക്കാരുടെ വിശ്വാസം ഏതെങ്കിലും തരത്തിൽ വർദ്ധിക്കുന്നതിന് ഒരു കാരണമാവുമല്ലോ, അങ്ങനെ ആത്മാക്കളെ നേടാൻ പറ്റുമല്ലോ എന്നൊക്കെ എനിക്ക് ഒരു 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 ഉൾക്കാഴ്ചയൊക്കെ കിട്ടി. പിന്നെ ധൂർത്തപുത്രൻ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ധൂർത്തപുത്രൻ്റെ പിതാവ് എന്തിനാണ് അത്രയും സെലിബ്രേഷൻ വീട്ടിൽ നടത്തിയത് എന്നുള്ളത് ധൂർത്തപുത്രൻ്റെ ചേട്ടൻ എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല. അതാണ് ദൈവത്തിൻ്റെ കരുണ എന്ന് പറഞ്ഞത് എനിക്ക് വളരെയധികം ടച്ചിങ് ആയി തോന്നി. പിന്നെ ബ്രദർ പറഞ്ഞു കുമ്പസാരത്തിന് നമ്മളെ ഒരുക്കിയപ്പോൾ നമ്മുടെ മനസ്സിൽ ഈശോയുണ്ട്, അതേപോലെ തന്നെ ഒരു ഫരിസേയനും എപ്പോഴും അവിടെ ഉണ്ടെന്ന്. അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ കുമ്പസാരിച്ച് കഴിയുമ്പോൾ ആ ഫുൾഫിൽഡ് ആയിട്ടുള്ള ഗ്ലാസ് പോലെ ഇരിക്കും. കുറച്ച് കഴിയുമ്പോൾ ആ കൃപ ഇങ്ങനെ ചോർന്ന് പോകും. അപ്പോൾ ഞാനും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ ഇന്നലെയാണ് അതിൻ്റെ ശരിക്കുള്ളൊരു കാരണം നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഫരിസേയനാണ് എന്നും, അപ്പോൾ അതിനെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ സ്റ്റഡിയായി പോകാൻ പറ്റുമെന്നൊക്കെ ഉള്ളൊരു ബോധ്യം കിട്ടി. പ്രൈസ് ദി ലോർഡ്.